ഹായ്, ഇത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ടെസ്റ്റിംഗ് എന്താണെന്ന് അറിയണം. ടെസ്റ്റിംഗ് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു പെൻ വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പോകുന്നു. നമ്മൾ പെൻ വാങ്ങുന്നതിന് മുന്നേ ആ പെൻ ഏതാണ് ബ്രാൻഡ് അല്ലെങ്കിൽ ഏത് ഇങ്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്, അത് ആ ഇങ്ക് ആണെങ്കിലാണ് നമ്മൾ ആ പെൻ വാങ്ങുക അല്ലേ. അതുപോലെ തന്നെ അത് വാങ്ങുന്നതിന് മുന്നേ അത് തെളിയും, ഓക്കെ ആണ്, ഇത് റൈറ്റിങ്ങിന് ഓക്കെ ആണ് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഇതിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആ സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കുന്ന പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഓക്കെ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് റിക്വയർമെന്റ് എന്താണെന്ന് അറിയണം. റിക്വയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അതിനകത്ത്. ദാറ്റ് ഡിസ്ക്രൈബ് വാട്ട് ആൻ ആപ്ലിക്കേഷൻ ഷുഡ് ഡു. ഈ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യുന്നത് എന്നായിരിക്കും ആ സ്റ്റേറ്റ്മെന്റിലൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് പെർഫോം ഇൻ സർട്ടൻ കണ്ടീഷൻ. ചില കണ്ടീഷൻസ് വരുമ്പോൾ ഇത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നും ഈ റിക്വയർമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. റിക്വയർമെന്റ് ഗെറ്റ് ഫ്രം ക്ലയന്റ് സൈഡ്. ഈ ക്ലയന്റ് സൈഡിൽ നിന്നാണ് നമുക്ക് റിക്വയർമെന്റ് കിട്ടുന്നത്. അതായത് ക്ലയന്റ് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ അവർക്കൊരു ആഗ്രഹം തോന്നി. അപ്പൊ അത് ക്ലയന്റ് എന്തായാലും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അവര് സോഫ്റ്റ്വെയർ കമ്പനീനെയാണ് ഫസ്റ്റ് തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക, എനിക്കൊരു ഇ കൊമേഴ്സിന്റെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇ കൊമേഴ്സിന്റെ വെബ്സൈറ്റ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി ചെല്ലും. അപ്പൊ അവരോട് ഞാൻ പറയും, എന്റെ ഇ കൊമേഴ്സിന്റെ വെബ്സൈറ്റിൽ ഒരു ലോഗിൻ പേജ് വേണം, ഒരു രജിസ്റ്റർ പേജ് വേണം, ഒരു ഹോം പേജ് വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ ക്ലയന്റിന് ആവശ്യം അതൊക്കെ പറയും. അതിനെയാണ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിക്വയർമെന്റ് കിട്ടുന്നത് ക്ലയന്റ് സൈഡിൽ നിന്നായിരിക്കും. ഓക്കെ. ഇനി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താന്ന് നോക്കാം. Software testing evaluate a system, determine whether the requirement meet or not. സോഫ്റ്റ്വെയർ, അതായത് നമ്മളിപ്പം സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ആ സോഫ്റ്റ്വെയർ ഇവാലുവേറ്റ് ചെയ്യണത്, ചെക്ക് ചെയ്യാണ്. നമ്മൾ ഈ ക്ലയന്റ് പറഞ്ഞേക്കുന്ന റിക്വയർമെന്റ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ SDLC. SDLC എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്. ഇതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ആണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിൾ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ഓക്കെ. ഹൂ ക്യാൻ ടേക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്? ആരാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് ചെയ്യും, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ചെയ്യും, പ്രൊജക്ട് ലീഡ് അല്ലെങ്കിൽ മാനേജേഴ്സ് ചെയ്യും, എൻഡ് യൂസേഴ്സ് ചെയ്യും. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ടെസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അവര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ടെസ്റ്റർ ചെയ്യുന്നത് അല്ലെ. അതിനൊരു റീസൺ ഉണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ടൈമിൽ എന്താ പറയുന്നത്, പോസിറ്റീവ് സൈഡ് വെച്ച് മാത്രമാണ് അവർ ടെസ്റ്റ് ചെയ്യുള്ളൂ. ഒരുപാട് നെഗറ്റീവ് സൈഡ് ഒന്നും വെച്ച് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ സമയമില്ല. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തൊരു സംഭവം ഇങ്ങനെ ചെയ്യാൻ നോക്കത്തില്ല അല്ലെ. അപ്പം ആ ഡെവലപ്പ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുമല്ലോ, അതിനെ പറയുന്ന പേര് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്നാണ്. ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ അതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് വീണ്ടും ടെസ്റ്റ് ചെയ്യും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡിഫക്റ്റും അവർ കണ്ടുപിടിക്കും. അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ഒക്കെ ചെയ്യും ടെസ്റ്റേഴ്സ്. എല്ലാം ഓക്കെ ആയതിനു ശേഷം ലാസ്റ്റ് പ്രൊജക്ട് ലീഡ് അല്ലെങ്കിൽ മാനേജർ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ ഈ ടെസ്റ്റ് ചെയ്തേക്കുന്നൊക്കെ കറക്റ്റ് അല്ലേ, എല്ലാ സോഫ്റ്റ്വെയറിലെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും കറക്റ്റ് ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് എൻഡ് യൂസ്, അത് ക്ലയന്റിന് കൊടുക്കുക. ക്ലയന്റിന് കൊടുത്തതിന് ശേഷം ക്ലയന്റ് സൈഡിൽ ഒരു പേഴ്സൺ എന്തായാലും ഈ സോഫ്റ്റ്വെയർ എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യും. അല്ല, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ പറഞ്ഞ ഫംഗ്ഷനാലിറ്റി ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, എല്ലാം ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യും. അപ്പൊ 4 പേരാണ് സത്യത്തിൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 2 സ്റ്റെപ്പ്. 2 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ. ഫസ്റ്റ് വെരിഫിക്കേഷൻ ആണ്, സെക്കൻഡ് വാലിഡേഷൻ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് തന്നെ നോക്കാം, വെരിഫിക്കേഷൻ. സ്റ്റാർട്ടിംഗ് ഫേസ് ഡു വെരിഫിക്കേഷൻ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് വെരിഫിക്കേഷൻ. ബിഫോർ ഡെവലപ്പിംഗ് എ പ്രൊജക്ട്, വെരിഫിക്കേഷൻ ക്യാൻ ബി ഡൺ. ഒരു പ്രൊജക്ട്
ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നെയാണ് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഇറ്റ് ഇവാലുവേറ്റ് സോഫ്റ്റ്വെയർ ആർട്ടിഫാക്ട് സച്ച് ആസ് റിക്വയർമെന്റ് ഡിസൈൻ കോഡ് എക്സെട്ര ടു എൻഷുവർ ദേ മീറ്റ് ദ സ്പെസിഫൈഡ് റിക്വയർമെന്റ് ആൻഡ് സ്റ്റാൻഡേർഡ്. അതായത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റിക്വയർമെന്റ്, ആ റിക്വയർമെന്റ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും, ആ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ കോഡ് ചെയ്യും. ഇതെല്ലാം കറക്റ്റ് ആയിട്ടാണോ ചെയ്തേക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് വെരിഫിക്കേഷൻ. ഇറ്റ് വെരിഫൈ വെദർ ദ ഡെവലപ്ഡ് പ്രൊഡക്റ്റ് ഫുൾഫിൽഡ് ദ റിക്വയർമെന്റ്. റിക്വയർമെന്റ് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്താ പറയുന്നത്, എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെരിഫൈ ചെയ്യുന്നത്. വെരിഫിക്കേഷൻ ഈസ് സിംപിളി നോൺ ആസ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതിന് റീസൺ എന്താണ്? നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്തേക്കുന്ന കോഡ് റൺ ചെയ്തല്ല ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ റിക്വയർമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്, ആ റിക്വയർമെന്റ് വെച്ച് ഡിസൈൻ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണ്, ഇതൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ ഇത് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആണ്, നമ്മളൊന്നും റൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചെക്ക് വെദർ വി ആർ ഡെവലപ്പിംഗ് ദ റൈറ്റ് പ്രൊഡക്റ്റ് ഓർ നോട്ട്. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് പ്രൊഡക്റ്റ് ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. ചെക്ക് വെദർ അവർ സോഫ്റ്റ്വെയർ ഈസ് ഫുൾഫിൽഡ് ദ കസ്റ്റമേഴ്സ് റിക്വയർമെന്റ് ഓർ നോട്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചാണോ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം വാലിഡേഷൻ. ഇറ്റ് ഇവാലുവേറ്റ് സോഫ്റ്റ്വെയർ ടു മീറ്റ് ദ യൂസേഴ്സ് നീഡ് ആൻഡ് റിക്വയർമെന്റ്. അതായത് യൂസർ റിക്വയർമെന്റ്സ് തരുമല്ലോ, അത് വെച്ചിട്ടാണോ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് വാലിഡേഷനിൽ നോക്കുന്നത്. ഇറ്റ് ചെക്ക് വാട്ട് വി ആർ ഡെവലപ്പിംഗ് ഈസ് എ റൈറ്റ് പ്രൊഡക്റ്റ്. നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ശരിയായ ഒരു പ്രൊഡക്റ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇറ്റ് ഈസ് എ വാലിഡേഷൻ ഓഫ് ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം ആക്ച്വൽ പ്രൊഡക്റ്റും എക്സ്പെക്റ്റഡ് പ്രൊജക്റ്റും. ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഡെവലപ്പർ ഡെവലപ്പ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റിനെയാണ് ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എക്സ്പെക്റ്റഡ് പ്രൊഡക്റ്റ് എന്തായിരിക്കും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും കൂടി നമ്മൾ വാലിഡേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിപ്പം ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റേജിൽ ഫേസ്ബുക്കിന്റെ ഓണർ റിക്വയർമെന്റ് എന്താ പറയുന്നത്, റിക്വയർമെന്റ് എന്തായാലും പറയും. എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? എനിക്കൊരു രജിസ്റ്റർ പേജ് വേണം, എനിക്കൊരു ലോഗിൻ പേജ് വേണം, ഹോം പേജ് വേണം, ഹോം പേജിൽ എനിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റണം, ലൈക്ക് ചെയ്യാൻ പറ്റണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചെയ്തേക്കുന്ന, അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തു, ടെസ്റ്റേഴ്സ് ടെസ്റ്റ് ചെയ്തു, അങ്ങനെ ഡിപ്ലോയ് ചെയ്ത പ്രൊഡക്റ്റ് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ ടെസ്റ്റേഴ്സ് നോക്കണം. അതായത് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നെയാണ് ടെസ്റ്റേഴ്സ് ടെസ്റ്റ് ചെയ്യണം. ഇപ്പം ഇവർ പറയുന്ന റിക്വയർമെന്റ് ഒക്കെ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം കറക്റ്റ് ആയിട്ടാണോ വരുന്നത്. ഇതാണ് ആക്ച്വലും എക്സ്പെക്റ്റും തമ്മിലുള്ള വാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാലിഡേഷൻ ഈസ് സിംപിളി നോൺ ആസ് ഡൈനാമിക് ടെസ്റ്റിംഗ്. ഇത് ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റൺ ചെയ്ത് നോക്കിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് സൈറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ആ സൈറ്റ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പൊ സൈറ്റ് റൺ ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ടെസ്റ്റ് ആണ്. രജിസ്റ്റർ പേജ് എടുത്തു, രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി, ലോഗിൻ പേജ് എടുത്തു, ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി, അത് കറക്റ്റ് ആണോ, റീഡയറക്റ്റ് ആവുന്നത്, ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നമ്മൾ റിക്വയർമെന്റോ അല്ലെങ്കിൽ ഡിസൈൻസോ ഡോക്യുമെന്റോ ഒന്നും വെച്ചിട്ടല്ല, നമ്മൾ ആ സൈറ്റ് റൺ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ചെക്ക് വെദർ വി ആർ ഡെവലപ്പ് ദ പ്രൊഡക്റ്റ് റൈറ്റ് ഓർ നോട്ട് ആൻഡ് ഓൾസോ അബൌട്ട് ബിസിനസ് നീഡ് ഓഫ് ക്ലയന്റ്. ക്ലയന്റ് എന്താണോ ആവശ്യപ്പെട്ടത് അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ, അവരുടെ റിക്വയർമെന്റ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് വാലിഡേഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, then with the involvement of testing team, validation is executed on software code. ഓക്കെ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടീം സോഫ്റ്റ്വെയർ കോഡിൽ വാലിഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നത്. ഇറ്റ് കം ബിഫോർ വാലിഡേഷൻ. വാലിഡേഷന് മുന്നെയാണ് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഇറ്റ് കം ആഫ്റ്റർ വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് വാലിഡേഷൻ ചെയ്യുന്നത്. ടാർഗറ്റ് ഈസ് ആപ്ലിക്കേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, സ്പെസിഫിക്കേഷൻ, കംപ്ലീറ്റ് ഡിസൈൻ, ഹൈ ലെവൽ ആൻഡ് ഡാറ്റാബേസ് ഡിസൈൻ, എക്സെട്ര. ഇതൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ്. അതായത് നമുക്ക് കിട്ടുന്ന
ഈ ടാർഗറ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. വാലിഡേഷൻ ടാർഗറ്റ് ഈസ് ആക്ച്വൽ പ്രൊഡക്റ്റ്. Importance of software testing. Defect can be identified by early. Software testing is important because if software testing വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് if there any bug they can identify early and can be fixed before the delivery of software. ഒരു സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏർലി സ്റ്റേജ് മുതൽ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും, അല്ലേ? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് അതായത് സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അൺകവർ ദ ഡിഫക്റ്റ് ഇൻ സോഫ്റ്റ്വെയർ ആൻഡ് ഫിക്സിംഗ് ദം ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സോഫ്റ്റ്വെയർ. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ പെർഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഡെഫിനറ്റ് ആയിട്ടും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കുമല്ലോ, വളരെ നല്ല ക്വാളിറ്റി ആയിരിക്കുമല്ലോ. ഇൻക്രീസ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എൻഷ്യൂർ റിയലബിലിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഹൈ പെർഫോമൻസ് വിച്ച് റിസൾട്ട് ഇൻ സേവ് ടൈം, കോസ്റ്റ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് അതായത് ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, നല്ല പെർഫോമൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ കസ്റ്റമർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, എയർലി ടെസ്റ്റിംഗ് ഒക്കെ പോസിബിൾ ആവുകയാണെങ്കിൽ. സേവ് ടൈം ആൻഡ് മണി. ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടക്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽ ഡ്യൂറിംഗ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ റെഡ്യൂസ് ടൈം ആൻഡ് മണി. സമയവും അതുപോലെ തന്നെ പൈസയും നമുക്ക് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ബിൽഡ്. In a software development, build is a version of a software that has been compiled and is ready for testing or deployment. ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ വേറൊരു വേർഷൻ ആണ്. അത് കമ്പൈൽ ചെയ്തേക്കാൻ, അതായത് എററൊക്കെ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരിക്കും അത് ടെസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ഡിപ്ലോയ്മെന്റിനോ വേണ്ടിയിട്ടായിരിക്കും ആ ബിൽഡ് റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ബിൽഡ് എന്താണെന്ന് നമ്മൾ അറിയണം, എന്നാലാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ടെസ്റ്റിംഗിൽ ബിൽഡിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബിൽഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, 7 പ്രിൻസിപ്പിൾ ആണുള്ളത്. ഫസ്റ്റ് വൺ, ടെസ്റ്റിംഗ് ഷോ പ്രസൻസ് ഓഫ് ബഗ്സ്. എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ. എയർലി ടെസ്റ്റിംഗ്, ഡിഫക്റ്റ് ക്ലസ്റ്ററിംഗ്, പെസ്റ്റിസൈഡ് പാരഡോക്സ്. ടെസ്റ്റിംഗ് ഈസ് കോണ്ടെക്സ്റ്റ് ഡിപെൻഡന്റ്. ആബ്സെൻസ് ഓഫ് എറർ ഫാലസി. ഫസ്റ്റ്, ടെസ്റ്റിംഗ് ഷോ ദ പ്രസൻസ് ഓഫ് ഡിഫക്റ്റ് നമുക്ക് നോക്കാം. ദ ഗോൾ ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു മേക്ക് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഫെയിൽ. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഗോൾ എന്ന് വെച്ചാൽ നമ്മളെ സോഫ്റ്റ്വെയർ മാക്സിമം ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഫെയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ്, അല്ലെ? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് റെഡ്യൂസ് ദ പ്രസൻസ് ഓഫ് ഡിഫക്റ്റ്. ഡിഫക്റ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റിംഗ് കൊണ്ടുവരുന്നത്. Software testing can ensure that defects are present, but it cannot prove the software is defect free. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയറിലെ എന്താ പറയുന്നത്, ഏകദേശം എല്ലാ ഡിഫക്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ സോഫ്റ്റ്വെയർ ഡിഫക്ട് ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ മൾട്ടിപ്പിൾ ടെസ്റ്റർ ക്യാൻ നെവർ എൻഷുവർ ദ സോഫ്റ്റ്വെയർ ഈസ് 100% ബഗ് ഫ്രീ. 100% ബഗ് ഫ്രീ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഈ വേൾഡിൽ ഉണ്ടെന്ന് ഒരു ടെസ്റ്ററിനും പറയാൻ പറ്റില്ല. ടെസ്റ്റിംഗ് ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഡിഫക്ട് ബട്ട് നോട്ട് റിമൂവ് ഓൾ ഡിഫക്റ്റ്. നമുക്ക് മേജർ ഡിഫക്ട്സ് ഒക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ ഡിഫക്റ്റും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ ഈസ് എക്സോസീവ് ടെസ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ അതൊക്കെ നമ്മൾ എക്സോസീവ് ടെസ്റ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം. It is a process of testing the functionality of software in all possible input and precondition is known as എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ്. അതായത് ടെസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എല്ലാ ഇൻപുട്ടും പ്രീ കണ്ടീഷൻസ് എല്ലാം വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് ഇമ്പോസിബിൾ മീൻസ് സോഫ്റ്റ്വെയർ ക്യാൻ നെവർ ടെസ്റ്റ് അറ്റ് എവറി ടെസ്റ്റ് കേസസ്. എല്ലാ ടെസ്റ്റ് കേസസും നമുക്ക് ടെസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിന്റെ ലോഗിൻ പേജ് എടുക്കാം. എനിക്ക് അതിന്റെ യൂസർ നെയിമിന്റെ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ അതിനകത്ത് എന്താ കൊടുക്കുന്നതെന്ന്
കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. യൂസർ നെയിമിന്റെ സ്ട്രെങ്ത് 8 to 12 ആണ് വേണ്ടത്. ലെറ്റർ, ഡിജിറ്റ്, സ്പെഷ്യൽ ക്യാരക്ടർ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ 8 to 12 ഒരു റേഞ്ചിലുള്ള പോസിറ്റീവ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യും. കുറച്ച് ഡിജിറ്റും കുറച്ച് ലെറ്ററും കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറും ഒക്കെ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ. അല്ലാതെ നമ്മൾ 26 ലെറ്റേഴ്സും 10 ഡിജിറ്റ്സും സ്പെഷ്യൽ ക്യാരക്ടർ എല്ലാം എടുത്ത് മാറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇമ്പോസിബിൾ ആണ്. ഓക്കെ, ലെറ്റേഴ്സ് 26-നകത്ത് ഇപ്പോൾ ഒരു 4 വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ തന്നെയും എത്ര നിർത്തി നമുക്ക് ടെസ്റ്റ് ചെയ്താലാണ് അതൊരു ഡിഫക്ട് ഫ്രീ. നമ്മൾ ജസ്റ്റ് ബിറ്റ്വീൻ 8 to 12, ലെസ് ദാൻ 8, ഗ്രേറ്റർ ദാൻ 12, ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് എല്ലാ കണ്ടീഷൻസും വെച്ച് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. It can test only some test cases and assume the software is correct, and it will produce the correct output in every test cases. നമ്മൾ കുറച്ച് ഇൻപുട്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ തന്നെ ടെസ്റ്റേഴ്സ് പറയും ഓക്കെ ഇത് കറക്റ്റ് ആണ്. അതായത് ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളല്ല, ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നോക്കും. അതായത് ഇപ്പം 8 to 12 ആകുമ്പം 8-നും 12-നും ഇടയിൽ നമ്മൾ ഒരു 4 ഡിജിറ്റും ഒരു 2 സ്പെഷ്യൽ ക്യാരക്ടറും 2 ഡിജിറ്റും ഒക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും. അതല്ലാതെ എല്ലാം വെച്ചിട്ടൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. If the software tests every test cases, then it will take more cost, effort, which is impractical. അതായത് ഇത് എല്ലാം വെച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. എന്തോരം സമയം എടുക്കും, അതുപോലെ എഫേർട്ട് കൂടുതലാണ്, അതിന്റെ കോസ്റ്റ് കൂടുതലാണ്, ടൈം എല്ലാം കൂടുതലാണ്. അതുപോലത്തെ ടെസ്റ്റിംഗ് നമുക്ക് പ്രാക്ടിക്കലേ അല്ല. Third one, early testing. To find out the defect in software, early test activity shall be started. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ മുതലേ നമ്മൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇയർലി ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ ഡിഫക്റ്റ് ഒക്കെ നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദ ഡിഫക്ട് ഡിറ്റക്റ്റഡ് ഇൻ ഏർലി ഫേസ് ഓഫ് SDLC വിൽ ബി വെരി ലെസ് എക്സ്പെൻസീവ്. അതായത് SDLC എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആ സ്റ്റാർട്ടിങ് ഫേസിൽ തന്നെ നമുക്ക് ഡിഫക്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ പിന്നെ ചെലവഴിക്കേണ്ട വരത്തില്ല. അങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ. For better performance of software testing will started in initial phase. That is, the testing will perform at the requirement analysis phase. റിക്വയർമെന്റ് അനലൈസ് ചെയ്യുന്ന ആ ഫേസിൽ തന്നെ നമ്മൾ ടെസ്റ്റിംഗ് എന്താ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. Fourth one, defect clustering. In a project, a small number of module can contain most of defect. ഏറ്റവും ചെറിയ മൊഡ്യൂളിലായിരിക്കാം മാക്സിമം ഡിഫക്റ്റ് നമ്മൾക്ക് കിട്ടുക. അതുപോലെ തന്നെ when a project one module can find out defect, more concentrate on that module. ഒരു ചെറിയ മൊഡ്യൂളിൽ ഒരു ഡിഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അതിനെ ടെസ്റ്റ് ചെയ്യണം. വേറെ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ കൊടുക്കണം. The Pareto principle of software testing state that 80% of software defect come from 20% of module. അതായത് ഒരു സോഫ്റ്റ്വെയറിന്റെ 80% ഓഫ് ഡിഫക്റ്റ് വരുന്നത് 20% ഓഫ് മൊഡ്യൂളിൽ നിന്നാണ് പാറ്ററോ പ്രിൻസിപ്പിൾ പറയുന്നത്. ഫിഫ്ത്ത് വൺ, പെസ്റ്റിസൈഡ് പാരഡോക്സ്. അപ്പൊ പെസ്റ്റിസൈഡ്സ് പാരഡോക്സ് എന്താന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ടെസ്റ്റ് കേസ് എന്താന്ന് നോക്കണം. Test case is defined format for software testing required to check if a particular application of software is working or not. അതായത് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കുന്നതിനാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. ടെസ്റ്റ് കേസസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് എന്താന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. അതായത് ഒരു സോഫ്റ്റ്വെയർ കറക്റ്റ് ആണോ വർക്ക് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്ന അതിനെ പറയുന്ന പേരാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. Repeat the same test cases again and again will not find new bugs. അതായത് ഒരു ടെസ്റ്റ് കേസസ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത്, അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പുതിയൊരു ബഗ് ഒന്നും കിട്ടില്ല. സോ ഇറ്റ് ഈസ് നെസസറി ടു റിവ്യൂ ദ ടെസ്റ്റ് കേസസ് ആൻഡ് ആഡ് ഓർ അപ്ഡേറ്റ് ദ ടെസ്റ്റ് കേസസ് ടു ഫൈൻഡ് ന്യൂ ബഗ്സ്. അതായത് നമുക്കിപ്പം ഒരു ടെസ്റ്റ് കേസസ് നമുക്ക് എന്താ പറയുന്നത് റിവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആ ടെസ്റ്റ് കേസസിലേക്ക് പുതിയ എന്തെങ്കിലും ബഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സിക്സ്ത് വൺ, ടെസ്റ്റിംഗ് ഈസ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ്. ഓക്കെ, സിക്സ്ത് വൺ അപ്പൊ നമുക്ക് നോക്കാം. ടെസ്റ്റിംഗ് ഈസ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ്.
The testing approach depend on context of the software developed. ഏത് എന്താ പറയുന്ന ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഏത് കോണ്ടെക്സ്റ്റിലാണുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ നീഡ് ടു പെർഫോം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ്. അതായത് സോഫ്റ്റ്വെയർ ഡിഫറെന്റ് ആണെങ്കിൽ ടെസ്റ്റിംഗും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദ ടെസ്റ്റിംഗ് ഓഫ് ഇ കൊമേഴ്സ് സൈറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ടെസ്റ്റിംഗ് ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. അതായത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. Seventh one, absence of error fallacy. If a build software is 99% bug free but does not follow the user requirement, then it is unusable. അതായത് ഒരു സോഫ്റ്റ്വെയർ 99% ഓക്കെ ആണ്, പക്ഷെ ക്ലയന്റ് പറഞ്ഞേക്കുന്ന റിക്വയർമെന്റ് ഒന്നും വെച്ചിട്ടല്ല അത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ക്ലയന്റ് അത് അക്സെപ്റ്റ് ചെയ്യൂ, ആ സോഫ്റ്റ്വെയർ വാങ്ങൂ? ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി നെസസറി ദാറ്റ് software is 99% of bug free, but it is also mandatory to fulfill the customer requirement. അപ്പൊ അതായത് 99% കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന കറക്റ്റ് അല്ലെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കൊടുക്കാൻ നോക്കുന്നത് എങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് കസ്റ്റമേഴ്സ് എന്താണോ അതായത് യൂസേഴ്സ് അല്ലെങ്കിൽ ക്ലയന്റ് എന്താണോ ആവശ്യപ്പെടുന്നത് അതായിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് യൂസേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിഫെക്ട് ഫ്രീ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടത്. ഓക്കെ, ഇതാണ് 7th പ്രിൻസിപ്പിൾ. അങ്ങനെ പ്രിൻസിപ്പിൾ എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.